ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡ്. മലപ്പുറം പന്തല്ലൂർ ഭഗവതി ക്ഷേത്രഭൂമി മലയാള മനോരമ കുടുംബം കൈവശം വച്ചിരുന്നത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ തിരിച്ചുപിടിച്ചുവെങ്കിലും വസ്തുവകകൾ ഉപയോഗിക്കാനാകാതെ ക്ഷേത്ര കമ്മിറ്റി സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് കൃത്യമായി ഇടപെടാത്തതാണ് ഇതിന്റെ കാരണം. അനഘ ഹർഷനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനഘ, വർഷങ്ങളുടെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണല്ലോ മലയാള മനോരമ പോലെയുള്ള ഒരു കമ്പനി പതിറ്റാണ്ടുകൾ കൈവശം വെച്ച ദേവന്റെ ഭൂമി ഭക്തർ തിരിച്ചുപിടിക്കുന്നത്. അത് തിരിച്ചുപിടിച്ചതിന് ശേഷവും ഇപ്പോഴും അത് ക്ഷേത്രത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ് അനഘ? ഗൗതം, ഈ ഭക്തരുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മലപ്പുറം ജില്ലയിലുള്ള പാന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ 400 ഏക്കറോളം ഭൂമി അത് തിരിച്ചു പിടിക്കാൻ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ തിരിച്ചു പിടിച്ചിട്ടുള്ള ഈ 400 ഏക്കറോളം ഭൂമി അത് ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്നുള്ള ആദായവും മറ്റുമൊന്നും തന്നെ ഭക്തർക്ക് ഇപ്പോഴും എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിന് കാരണം എന്ന് പറയുന്നത് ഈ 1943 അന്ന് ഈ ക്ഷേത്രത്തിലെ ഭൂമി 400 ഏക്കറോളം വരുന്ന ഭൂമി അത് ഈ അന്നത്തെ സാമൂതിരി അത് 60 വർഷത്തേക്ക് മലയാള മനോരമ കുടുംബത്തിന് ഇത് പാട്ടത്തിന് നൽകുന്നു. അതിനുശേഷം 60 വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ ഭൂമി തിരിച്ചേൽപ്പിക്കാൻ ഇവർ വിസമ്മതിക്കുന്നു. അങ്ങനെയാണ് ഭക്തർ കർശനമായി ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രതിഷേധവും പ്രക്ഷോഭ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ 2018 ഈ വിധി ഈ ക്ഷേത്രത്തിലെ ഭക്തർക്ക് അനുകൂലമായി വിധി വരുന്നു. 786 ഏക്കറോളം വരുന്ന ഭൂമിയിൽ 400 ഏക്കറോളം ഭൂമി അത് ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് 2018 ഈ ഒരു ഉത്തരവ് പുറത്തു വരികയും ചെയ്യുന്നു. അതിനുശേഷം നീണ്ട 7 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പോലും ഈ ക്ഷേത്ര ഭൂമിയിലുള്ള ആദായവും മറ്റുമൊന്നും ഈ ഭക്തർക്ക് ക്ഷേത്രത്തിന് വേണ്ടി എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിന് കാരണം ഈ മലയാള മനോരമ കുടുംബം അവർ സുപ്രീം കോടതിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു കേസ് വന്നാൽ അത് അനന്തമായി നീളുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ കേസ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടി ഉണ്ടാക്കാൻ മലബാർ ദേവസ്വം ബോർഡ് ഒരിടപെടലും നടത്താതിരിക്കുന്നത് കൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ സുപ്രീം കോടതിയിൽ നീണ്ടു പോകുന്നത് എന്നാണ് ഭക്തർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി മലബാർ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ ഇടപെടണം. സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തി അത് കൃത്യമായി എല്ലാ തെളിവുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ക്ഷേത്രത്തിനും ഭക്തർക്കും അനുകൂലമാണ് എന്നിരിക്കെ പോലും ഈ മലബാർ ദേവസ്വം ബോർഡ് കൃത്യമായി ഇടപെടൽ നടത്താതെ അത്തരം കോർപ്പറേറ്റ് കുത്തക മുതലാളിമാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് എന്നാണ് ഭക്തർ പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭക്തരുടെ നീക്കം. കാരണം ഇത് ഭഗവാന്റെ ഭൂമിയാണ്, ഭക്തർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമിയാണ് ഈ രീതിയിൽ അന്യാധീനപ്പെട്ടു പോകാമായിരുന്നു. അവിടെ നിന്നാണ് ആ ഭൂമി തിരിച്ചുപിടിച്ചത്. പക്ഷേ ആ തിരിച്ചുപിടിച്ച ഭൂമി അത് ഭക്തന്റേതായി ഉറപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഭക്തരുടെ ഒരു ഇടപെടൽ ഈ കേസിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഈ മലബാർ ദേവസ്വം ബോർഡ് അത് ഈ മലയാള മനോരമ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തുമെന്നൊരു ആശങ്ക കൂടി ഭക്തർക്കുണ്ട് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇടപെടൽ മറ്റു പല അമ്പലങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ തന്നെ ഈ ഒരു മെല്ലപ്പോക്ക് ഈ ഒരു അലംഭാവം തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് ഭക്തർക്കൊപ്പം ഈ അമ്പലങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഒരു അഭ്യർത്ഥന മാത്രമാണ് ഭക്തർക്ക് ഉള്ളത് എന്നതാണ്. എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ ദേവസ്വം ബോർഡ് നടത്താത്ത സാഹചര്യം ഇനി മുന്നോട്ടുണ്ടായാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് ശക്തമായി തന്നെ ഭക്തർ പറയുന്നുണ്ട്. ഗൗതം, അത് തന്നെയാണ്. അതായത് പന്തല്ലൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി അത് മലയാള മനോരമ വർഷങ്ങളോളം കൈവശം വെച്ചിരുന്നു. പാവപ്പെട്ട ഭക്തർ കോടതിയെ സമീപിച്ചും മറ്റും നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് മലയാള മനോരമ പോലെ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നും ആ ഭൂമി തിരിച്ചു പിടിച്ചത്. എന്നാൽ പിന്നീട് ആ ഭൂമി തിരിച്ചു കൊണ്ടുവന്ന് അത് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിൽ വീണ്ടും മലബാർ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഭക്തരുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് അനഘ ഹർഷൻ കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. മലബാർ, കൊച്ചിൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വ്യാപകമായ കൊള്ളയും ഭൂമി അന്യാധീനപ്പെടലും ഒരു നിത്യസംഭവമായിരുന്നു. ഏതാണ്ട് 1950 ശേഷം
ഈ 3 ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ ഏതാണ്ട് 30,000 ഏക്കറിലധികം ഭൂമിയാണ് ദേവന്റെ ഭൂമിയാണ് നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു പിടിക്കാൻ ഒരു നീക്കവും ഈ ദേവസ്വം ബോർഡുകളുടെയോ സർക്കാരുകളുടെയോ കേരളത്തിൽ മാറി മാറി ഭരിച്ച ഇടത് വലത് കോൺഗ്രസിന്റെയോ CPM-ന്റെയോ സർക്കാരുകളുടെ ഭാഗത്ത് നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെയാണ് ദേവസ്വം ബോർഡുകളുടെ കീഴിൽ നിന്നും ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭം കേരളത്തിൽ ശക്തമാകുന്നത്. അതിന്റെ ഭാഗമാണ് ജനം TV-യുടെ ഈ വളരെ സുപ്രധാനമായ ക്യാമ്പയിൻ മാഫിയ വാഴും ദേവസ്വം എന്നുള്ളത്.